نور على نور. الحمد لله رب العالمين والصلاة والسلام على رسول الله واتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നാണ് നമ്മൾ പുസ്തകം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ ഉണ്ടാകുന്ന ആയത്ത് വെച്ചുകൊണ്ടാണ്. റഹ്മാനായ റഹീമായ അള്ളാഹുവിന്റെ നാമത്തെ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനായ മഹത്തായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സഹായവും ശക്തിയുമില്ല. മാ തഖൂലു അസ്സാദത്തുൽ ഉലമാഉ അഇമ്മത്തുദ്ദീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്താണ് നേതാക്കന്മാരായ ഉലമാക്കളായ ദീനിലെ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്? ഫീ റജുലിൻ ഉബ്തുലിയ ബിബലിയ്യ. ഒരു പരീക്ഷണത്തിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ട്. അത്തരം പരീക്ഷണത്തിൽ അകപ്പെട്ട വ്യക്തിയെ കുറിച്ച് ഉലമാക്കൾക്ക് എന്താണ് അഭിപ്രായം എന്ന ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യമാണ് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ മുഴുവൻ ഗ്രന്ഥവും ഈ മുഴുവൻ പുസ്തകവും ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആദ്യം ആ ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചോദ്യങ്ങളുടെ പിറകിൽ നിന്നുണ്ടായ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വാസിത്തിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം വിരചിതമാകുന്നത് ഷെയ്ഖിനോട് ഒരാൾ ചോദിച്ചുകൊണ്ടാണ്. ഒരാളുടെ ചോദ്യത്തിലൂടെയാണ് വാസിത്തിയ്യ എന്ന ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നത്. അതേപോലെയാണ് ചോദ്യത്തിലൂടെയാണ് ഈ പറയുന്ന അദ്ദാഉ വദ്ദവാ എന്ന ഉന്നതമായ ശ്രേഷ്ഠമായ ഏതൊരാളും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥം വിരചിതമാകുന്നത് ചോദ്യത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ചോദ്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ചോദിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചോദിക്കണം, അറിവുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്, ചോദിക്കുന്നിടത്ത് തന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. وعلم أنها إن استمرت به أفسدت عليه دنياه وآخرته. അവന് പരീക്ഷണം ബാധിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം തുടർന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തെ തന്നെ അതില്ലാതാക്കും. അവന്റെ ദുനിയാവും ആഖിറവും എല്ലാം ഫസാദാക്കും. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിലാണ് ഒരു വ്യക്തി അകപ്പെട്ടിട്ടുള്ളത്. എല്ലാ വഴിയിലൂടെയും അവന്റെ നഫ്സിനെ തൊട്ട് ഈ പരീക്ഷണത്തെ നീക്കം ചെയ്യാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. പക്ഷെ പ്രയാസം കൂടിക്കൂടി വരാം, ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വരാം, പരീക്ഷണത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല. എന്താണ് ഇത് തടയാനുള്ള മാർഗം? ഇത് നീക്കം ചെയ്യാനുള്ള മാർഗം എന്താണ്? ഇതിൽ നിന്ന് കരകയറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നില്ല, എന്ത് പരീക്ഷണത്തിലാണ് അകപ്പെട്ടത് എന്ന് പറയുന്നില്ല, ഒന്നും പറയാതെ ആമായ ചോദ്യത്തിൽ എന്താണ് വിഷയം എന്ന് പറയുന്നില്ല. മറിച്ച് ഒരു വ്യക്തി പരീക്ഷണത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, ആ പരീക്ഷണം ദിനേന വർദ്ധിച്ചു വരികയാണ്, അതിൽ കുറവ് സംഭവിക്കുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന. എന്നിട്ട് ചോദ്യകർത്താവ് ഫറഹിമല്ലാഹു മൻ അആന മുബ്തല, പരീക്ഷിക്കപ്പെടുന്നവനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഹദീസ് കൊടുക്കുക, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന ആ സന്ദർഭത്തിലും ആ സമയത്തിലുമെല്ലാം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അഫ്തൂന മഅ്ജൂരീൻ,
ഞങ്ങൾക്ക് ഫത്വ തന്നാലും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം അവസാനിക്കാം. ഇവിടെ ചോദ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച വിഷയം. സൂറത്തുൽ അംബിയയിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എങ്കിൽ അഹ്ലുൽ ഇൽമിനോട്, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കണം. സൂറത്തു നഹ്ലിലെ 43-ാമത്തെ ആയത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എങ്കിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം എന്ന് പറയും. പലപ്പോഴും നിരീശ്വരവാദികളായ ആളുകൾ, ഏത്യസത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ, ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിൽ പോകുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ വിമർശിക്കുമ്പോൾ കാര്യമായി പറയാറുള്ള ഒന്നാണ്, ഇസ്ലാം ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ചോദ്യത്തെ ഭയപ്പെടുന്ന ആളുകളാണ് ഇസ്ലാം, ചോദ്യം ചോദിക്കുക എന്നതിനെ പേടിയോട് കൂടിയിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അത് ശുദ്ധ കളവാണ്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അത്തരം ചോദ്യത്തിലൂടെയാണ് ഈ ഗ്രന്ഥം പോലും വിരചിതമായിട്ടുള്ളത്. അറിവിന്റെ താക്കോലാണ് ചോദ്യം എന്നുള്ളത്. ഇമാം ബാഖില്ലാനി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഇൽമു ഖുഫ്ലുൻ വ മിഫ്താഹുഹു അൽ മസ്അല. ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോക്കാണ്. ആ ലോക്ക് തുറക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അൽ മസ്അലതു, ചോദ്യത്തിലൂടെയാണ്. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയാണ്, അൽ ഇൽമു സുആലുൻ വ ജവാബുൻ. അറിവ് എന്നാൽ ചോദ്യവും ഉത്തരവുമാണ്. ഇഷ്തഹറ ഖൗലുഹു ഹുസ്നു സുആലി നിസ്ഫുൽ ഇൽമി. അറിവിന്റെ പകുതിയാണ് ഏറ്റവും നല്ല ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയാണോ, നമ്മൾ ചോദിക്കാൻ മുതിരണം. എത്ര കണ്ട് നമ്മൾ ചോദിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ഇൽമ ലഭിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിമ അസബ്ത ഹാദൽ ഇൽമ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും അറിവ് ലഭിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്. മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരമായി പറയുന്നത് ബിലിസാനിൻ സഊലിൻ, ചോദിക്കുന്ന നാവ് എനിക്കുണ്ടായിരുന്നു, വഖൽബിൻ അഖൂൽ, ചിന്തിക്കുന്ന ഹൃദയവും എനിക്കുണ്ടായിരുന്നു എന്നാണ്. ചോദിക്കുന്ന നാവും ചിന്തിക്കുന്ന ഹൃദയവും എനിക്കുണ്ടായിരുന്നു, അതിലൂടെയാണ് എനിക്ക് ഇത്രയും അറിവ് ലഭിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപകാരമുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ സദ്ദദഹു വജഅല സുആലഹു അമ്മാ യുഈനുഹു. ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ചോദ്യങ്ങൾ അവൻ ആവശ്യമുള്ളതാക്കി കൊടുക്കുന്ന. അതുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആവശ്യമുള്ളതാണ് ചോദിക്കേണ്ടത്. ആവശ്യമില്ലാത്ത, ഒരിക്കലും സംഭവിക്കാത്ത, അല്ലെങ്കിൽ ആളുകളെ ചെറുതാക്കാൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആകരുത് ചോദിക്കേണ്ടത്. മറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ നിയ്യത്തുണ്ടാകണം, ഉപകാരപ്രദമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ റഅയ്തു ഖൗമൻ കാനൂ ഖൈറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂലിന്റെ സ്വഹാബാക്കളെക്കാളും അറിവുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അവരുടെ പ്രത്യേകത? മാ കാനൂ യസ്അലൂന ഇല്ലാ അമ്മാ യൻഫഉഹും. അവർക്ക് ഉപകാരമുള്ളത് മാത്രമേ അവർ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. അനാവശ്യമായത് അവർ ചോദിച്ചിട്ടില്ല. അവരുടെ പ്രത്യേകത എന്താണോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് അതാണ് ചോദിക്കുക. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരും ചോദിക്കാറുള്ളത് അമല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറുതെ മസ്അല അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നു. അതനുസരിച്ച് അമല് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരുപാട് ആളുകൾ. അതുകൊണ്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ നല്ല നിയത്തോടു കൂടി ചോദിക്കണം എന്നാണ് സഹാബാക്കളൊക്കെ പറഞ്ഞു തരുന്നത്. ഷെയ്ഖ് സാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, അസ്സുആലു ലഹു ഹുദൂദ്, ചോദ്യങ്ങൾക്ക് പരിധിയുണ്ട്. മാ കുല്ലു ഷൈഇൻ യുസ്അലു അൻഹു, എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ളതല്ല. ഇന്നമാ യുസ്അലു അമ്മാ അശ്കല മിമ്മാ യഹ്താജുഹു അന്നാസു മിൻ ഉമൂരി ഇബാദാതിഹിം വ ഉമൂരി മുആമലാതിഹിം. അവർ ചോദിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഇബാദത്തുകളും കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അസ്സുആലു അൻ ഹാദാ മഹ്മൂദുൻ. ഇത്തരം ചോദ്യങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം. അമ്മ സുആലു അനിൽ അഗാലീത്ത് വഅനിൽ അശ്യാഇ അല്ലതി ലാ ഹാജത ലിന്നാസി ബിഹാ വഇന്നമാ ഹിയ മിൻ ബാബി തകല്ലുഫ് വഇശ്ഗാലിൽ വഖ്തി വത്തദ്ലീൽ വത്തശ്വീഷ് അലൻ നാസ്. എന്നാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകരിക്കാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുണ്ടാക്കലാണ്, അത് സമയം നഷ്ടപ്പെടുത്തലാണ്, ആളുകളെ വഴിപിഴപ്പിക്കലാണ്, ആളുകൾക്ക് വസ്വാസിട്ട് കൊടുക്കലാണ്. ഫഹാദ സുഹാലു മുഹറമുൻ. ഇത്തരം ചോദ്യങ്ങൾ ഹറാമാണ്. യജിബുൽ കഫ്ഫു അൻഹു വതഅസീറു മൻ യഫ്അലു ഹാദ. ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അങ്ങനെ ചോദിക്കുന്ന ആളുകളെ അവർ കൃത്യമായി കൈകാര്യം ചെയ്യുകയും വേണം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഖുർആനിന്റെ മുതശാബിഹായ ആയത്തുകൾ ചോദിച്ചു വന്നു. കണ്ട ആളുകളോടെല്ലാം ഖുർആനിന്റെ മുതശാബിഹായ ആയത്തുകൾ ചോദിച്ച് ഖുർആനിൽ സംശയം ജനിപ്പിക്കാൻ. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടിച്ചു. ഫദറബഹു ഉമർ വതറദഹു മിനൽ മദീന. എന്നിട്ട് മദീനയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. അപ്പൊ അത് ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ചോദിക്കണം എന്നതിനെ അറിയിക്കുന്ന ചരിത്ര സംഭവമാണ്. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കുറിച്ച് സുഇല അൽ ഇമാമു അഹ്മദ് അൻ യഅജൂജ വമഅജൂജ് അമുസ്ലിമൂനഹും. യഅജൂജ് മഅജൂജ് മുസ്ലിമാണോ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലയോട് ചോദിച്ചു. ആ സമയത്ത് ഇമാം അഹ്മദ് റഹിമഹുല്ല തിരിച്ചു ചോദിക്കുന്നത് അഹകംതൽ ഇൽമ ഹത്താ തസ്അല അൻഹു ദാ. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ എന്ന് തിരിച്ചു ചോദിച്ചു. വസഅല അൻ മസ്അലത്തിൻ ഫഗദിബ് വഖാല وسئل عن مسألة فغضب وقال خذ ما تنتفع به وإياك وهذه المحدثة. ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ല ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ല ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്താണ് ഉപകരിക്കുന്നത് അത് ചോദിക്കുക, ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുണ്ടും വരും എന്ന് നമുക്കറിയാം. അതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. ഈസാ നബി മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈസാ നബി തിരിച്ചു വരും, ദജ്ജാലിനെ വധിക്കും എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ഒരാൾ ചോദിക്കുന്നത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ ഈസാ നബിക്ക് ഭാര്യ ഉണ്ടാകുമോ, ആരെയാണ് കല്യാണം കഴിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത് നമ്മൾ പങ്കെടുക്കാത്തൊരു കല്യാണമാണ്, അതുകൊണ്ട് നമുക്കറിയില്ല, പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പറയാം എന്ന നിലക്ക് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക. അതാണ് നമ്മൾ എപ്പോഴും ചോദ്യത്തിന്റെ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നത് ഇസ്തിഹ്ബാബു തലത്തുഫി السائل في عبارته وسؤاله للعلم ينبغي للسائل ان يسأل برفق في سؤاله. ചോദിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ റിഫ്കോട് കൂടിയിട്ടാണ് ചോദിക്കേണ്ടത്. ഭയങ്കര പരുഷമായി ചോദിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ചോദിക്കരുത്, റിഫ്ക് ഉണ്ടാകണം എന്ന് പറയാം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത് അത്തഫഖുഹു ഫിദ്ദീൻ വസ്സുആലു അനിൽ ഇൽമി ഇന്നമാ യുഹ്മദു ഇദാ കാന ലിൽ അമൽ. ചോദിക്കുന്നത് അമലിനു വേണ്ടിയിട്ടാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണ്. ലാ ലിൽ മിറാഇ വൽ ജിദാൽ, തർക്കിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് ദീന് പഠിക്കുന്നതിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് പിന്നിൽ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അവരുടെ സംസാരം കേട്ടാൽ തന്നെ, ചോദ്യങ്ങളുടെ തുടക്കം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഉദ്ദേശം തർക്കമാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തർക്കമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അല്ല എങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത്തരം അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമാണ് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകണം. അങ്ങനെ തർക്കത്തിനും കുതർക്കത്തിനും വേണ്ടിയൊക്കെ ചോദിക്കാൻ വരുന്ന ആളുകളുടെ മഅസ്സലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപിരിയുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോട് ഒരാൾ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ശൈലി നമ്മൾ ശ്രദ്ധിച്ചു.
അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ ഉലമാക്കളിലാണ് അദ്ദേഹം എണ്ണുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ വിവരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ പരീക്ഷിക്കപ്പെട്ട ഒരു പാപം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, എന്നെ സഹായിക്കണം, എനിക്ക് കാരുണ്യം ആവശ്യമാണ്, എനിക്ക് നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് ഹദീസൊക്കെ പറഞ്ഞു കൊടുത്തു വളരെ ബഹുമാനത്തിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. അതായത് ചോദിക്കുന്ന വ്യക്തിക്കും ചോദിക്കപ്പെടുന്ന വ്യക്തിക്കും ചില ആദാബുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് ആദാബുൽ മുഫ്തി വൽ മുസ്തഫ്തി എന്ന് പറയുന്നത്. മുഫ്തിയുടെയും മുസ്തഫ്തിയുടെയും മര്യാദകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉസൂലുൽ ഫിഖഹിലെ ഏറ്റവും അവസാനത്തെ ബാബിൽ ചർച്ച ചെയ്യുന്നത് ഇതാണ്. എന്താണ് മുഫ്തിയായ ഒരാൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എപ്പോഴാണ് ഒരാൾ മുഫ്തിയാകുന്നത്, ഇനി മുഫ്തിയായി കഴിഞ്ഞാൽ എന്തൊക്കെ മര്യാദകൾ അദ്ദേഹം പുലർത്തണം, മുഫ്തിയോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ മുസ്തഫ്തിയായ ആൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അദ്ദേഹം മറുപടി പറയുമ്പോൾ ആ മറുപടിയെ എങ്ങനെയാണ് ചെവി കൊടുക്കേണ്ടത് എന്നിങ്ങനെ വളരെ വിശദമായി ഉസൂലുൽ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടി നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുഫ്തിമാരും മുസ്തഫ്തിമാരും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആരാണ് യഥാർത്ഥമായി ഫത്വ കൊടുക്കാൻ അർഹൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വാളെടുത്ത ആളെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറയാറുള്ളത് പോലെയാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാ ആളുകളും മുഫ്തിമാരാണ്, എല്ലാ ആളുകളും ഫത്വക്ക് അർഹരായി ഇരിക്കുന്ന പോലെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പല ആളുകളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഫത്വ, എന്താണ് ഫത്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്, ഫത്വയുടെ പ്രാധാന്യം എന്താണ്, ആരാണ് ഫത്വ നൽകേണ്ടത്, ഫത്വ നൽകുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഫത്വക്ക് അർഹരല്ല, അതിന് മറ്റു പല ആളുകളുമാണ് അർഹരായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുക എന്നതും ഇൽമാണ്, അങ്ങനെ മനസ്സിലാക്കുക എന്നതും അറിവാണ്. അല്ല എങ്കിൽ നമ്മൾ ഫത്വക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അബദ്ധം പറയുന്ന അവസ്ഥ ഉണ്ടാകും. ദീനിന്റെ വിഷയത്തിലാണ് അബദ്ധം പറയുന്നത്, വളരെ ഗൗരവമുള്ളതാണ്, നമ്മൾ അതിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതിന്റെ പേരിൽ പ്രയാസപ്പെടേണ്ട അവസ്ഥയുണ്ടാകും. ഒന്നാമത്തെ മസ്അല തഅരീഫുൽ ഫത്വ. എന്താണ് ഫത്വ എന്ന്? ഫത്വക്ക് ഭാഷാപരമായി പറയുന്നത് വ്യക്തമാക്കി കൊടുക്കാന്ന്. അപ്പൊ എന്താ ഫത്വ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയാനുൽ ഹുക്മി ശർഈ, ശർഈയായ ഹുക്മ് വ്യക്തമാക്കി കൊടുക്കലാണ് ഫത്വ. ഫത്വ ചോദിക്കുക എന്നൊക്കെ ചില ആളുകൾ പറയും. ഫത്വ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശർഈയായ കാര്യത്തിലുള്ള ഹുക്ം എന്താണ്, ഒരു കാര്യത്തിന്റെ മതവിധി എന്താണ്, അതാണ് ഫത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മസ്അല അഹമ്മിയത്തു മൻസിബിൽ ഫത്വ വ ഖുതൂറതുഹു. ഫത്വ എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ പ്രാധാന്യവും അതിന്റെ അപകടവും. ഒന്നാമത്തേത് അന്നൽ മുഫ്തി മുവഖിഉൻ അൻ റബ്ബിൽ ആലമീൻ. നമുക്കറിയാം വലിയ വലിയ രാജാക്കന്മാരായ ആളുകൾ, അത്തരം ആളുകൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്താ, ഈ രാജാവിന്റെ സന്നിധിയിൽ ഈ രാജാവും ഈ പറയുന്ന കാര്യത്തിന് അംഗീകാരം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഫത്വ കൊടുക്കലിനാണ്. എന്തൊപ്പിട്ട് കൊടുക്കൽ? ഇത് അള്ളാഹുവിന്റെ ദീനാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഫത്വയിൽ ചെയ്യുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന ഗ്രന്ഥത്തിൽ ഈ പറയുന്ന വിഷയം കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ദീനായി അള്ളാഹു പഠിപ്പിച്ചു എന്നും വിശുദ്ധ ഖുർആനിലുള്ള ആശയത്തിനോട് യോജിക്കുന്നതാണ് എന്നും സുന്നത്തിനോട് യോജിക്കുന്നതാണ് ഞാൻ പറയുന്നതെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു ഫത്വ കൊടുക്കുന്നത്. അതുകൊണ്ട് റസൂലിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ നബിയുടെ അനന്തരം എടുക്കുന്ന പണ്ഡിതന്മാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ സന്ദർഭത്തിൽ വല്ലാത്തൊരു പേടി ഉണ്ടാകണം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒന്നാമതായി പറയുന്നത്. ഇനി ഫത്വയുടെ ഹുക്കുമാണ് മൂന്നാമത്തെ മസ്അല. ഫത്വ കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? ഹുക്മുൽ ഇഫ്താഇ ഫിൽ അസ്ലി ജായിസുൻ. ഫത്വ കൊടുക്കൽ അനുവദനീയമാണ്. ഫത്വ കൊടുക്കൽ അനുവദനീയമാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഫത്വ കൊടുത്ത ആളുകളുണ്ട്. പല ആളുകളും പല ഗ്രേഡുകളാണ്. ഒരുപാട് ഫത്വ നൽകിയിരുന്ന ആളുകളുണ്ട്. എന്നാൽ ഫത്വയുടെ വിഷയത്തിൽ വളരെ കുറച്ച് ഫത്വകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട
സഹാബാക്കളുണ്ട്, താബിഈങ്ങളുടെ കൂട്ടത്തിലും അതേപോലെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉലമാക്കളോടാണ് ചോദിക്കേണ്ടത്. ഉലമാക്കൾ എന്ത് ചെയ്യണം? അതിന് മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫത്വ ചോദിക്കുന്നതിന്റെ വിധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവദനീയമാണ്. ഇനി അഹ്ലുകാരനായ വ്യക്തി, ഫത്വ കൊടുക്കാൻ അർഹനായ വ്യക്തി, അത്തരം വ്യക്തിയുടെ ഹുക്കും എന്താണ്? അത്തരം വ്യക്തി അർഹനായിട്ടുണ്ട്, അർഹനായ വ്യക്തി ഫത്വ കൊടുക്കൽ നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നിങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പൊ അസ്ലു വിധി, അടിസ്ഥാന വിധി ഫത്വ കൊടുക്കൽ ജായിസ് ആണ്. രണ്ടാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖദ് യകൂനുൽ ഇഫ്താഉ വാജിബൻ, ഫത്വ കൊടുക്കൽ വാജിബാകും. എപ്പോ? ഒരു നാട്ടിൽ ഫത്വ കൊടുക്കാൻ ആരുമില്ല. ഒരു നാട്ടിൽ ഫത്വ കൊടുക്കാൻ ആരുമില്ല, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ വ്യക്തിയുടെ മേൽ ആ നാട്ടിൽ മതപരമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമാണ്. കാരണം ആ നാട്ടിൽ മുഫ്തിയായി ആരുമില്ല, മതവിധി വിവരിച്ചു കൊടുക്കാനുള്ള ഒരാളുമില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമാകും. അടിസ്ഥാന വിധി അനുവദനീയമാണ്, ഫത്വ കൊടുക്കൽ അനുവദനീയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഫ്തി എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ നാട്ടിൽ വേറെ മുഫ്തിമാരൊന്നും ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ ഫത്വ കൊടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തേത് ഖദ് യകൂനുൽ ഇഫ്താഹു മുസ്തഹബ്ബൻ, ചിലപ്പോൾ ഫത്വ കൊടുക്കൽ മുസ്തഹബാകും. അതെപ്പോഴാണ്? ഒരു നാട്ടിൽ ഒരുപാട് മുഫ്തിമാരുണ്ട് എങ്കിൽ ഫത്വ കൊടുക്കൽ മുസ്തഹബാണ്, നിർബന്ധമൊന്നുമില്ല. ഓൻ എന്തായാലും ഫത്വ കൊടുക്കണം എന്നൊരവസ്ഥ ഒന്നുമില്ല, മറിച്ച് ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവർ കൊടുത്തോളൂ എന്ന നിലക്കാണെങ്കിൽ അവന്റെ മേൽ ബാധ്യതയില്ലാത്ത വിഷയമാണ്. മൂന്നാമത്തേത് ഫത്വ കൊടുക്കൽ ഹറാമാണ്. എപ്പോൾ? ഇദാ ലം യകുൻ ആലിമൻ ബിൽ ഹുക്ം, ഹുക്കുമിൽ അവൻ അറിവില്ല, ദീന് ആഴത്തിൽ പഠിച്ചിട്ടില്ല. ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹും ഹദീസും ഉസൂലുൽ ഹദീസും തഫ്സീറും ഉസൂലുൽ തഫ്സീറും ഇങ്ങനെയുള്ള ദീനിന്റെ നാനാ മേഖലകളിൽ ഉൾക്കൊള്ളുന്ന ദീനീ വിഷയങ്ങൾ ഉൾക്കൊള്ളാതെ പഠിക്കാതെ മുഫ്തിയായി ജനങ്ങളുടെ മുമ്പിൽ ചമയുക, അല്ല എങ്കിൽ മുഫ്തിമാരിരിക്കുന്ന ആ സ്ഥാനത്ത് കയറി ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ആളുകൾ ഹറാമാണ് ചെയ്യുന്നത് എന്ന്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാത്തതാണ് നിങ്ങൾ പറയുന്നത് എന്ന്. തറല്ലദീന കദബു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്ന ആളുകളുടെ മുഖം കരുവാളിച്ചിട്ടുണ്ടാകും, അത് കറുത്തുപോയിട്ടുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പേരിലാണ് കളവ് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര പേടി ഫത്വയുടെ വിഷയത്തിൽ ഉണ്ടാകണം. അറിയില്ല എങ്കിൽ മുണ്ടാണ്ടിരിക്കുകയാണ് വേണ്ടത്. ഒരുപാട് ആളുകൾ, മതവിദ്യാർത്ഥികളായ ആളുകളുണ്ട്, പണ്ഡിതന്മാരായ ആളുകളുണ്ട്, അത്തരം ആളുകളിലേക്ക് കാര്യങ്ങൾ മടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ എഐയും മറ്റു സംവിധാനങ്ങളും ഒക്കെ വളർന്നു വരുമ്പോൾ പല ആളുകളും ഇത്തരം ചാറ്റ് ബോട്ടുകളോട് ചോദിച്ച് ആ ചാറ്റ് ബോട്ടുകളിൽ പറയുന്നത് വിശ്വസിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകളുണ്ട് എങ്കിൽ അവര് പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ദീനിന്റെ വിധി മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഒരു വഴി സ്വീകരിക്കരുത്, മറിച്ച് അതൊരു മാർഗം മാത്രമാണ്, ഒരു വസീല മാത്രമാണ്. നമ്മൾ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ചില വിഷയങ്ങൾ വരുന്നു, അതിന്റെ വിശദാംശങ്ങൾ വരുന്നു. ആ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു പണ്ഡിതനിലേക്ക് മടക്കണം. ഇന്ന വിഷയത്തിൽ എനിക്ക് സംശയമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, ഇത് ശരിയാണോ, ഇങ്ങനെ തന്നെയാണോ ഈ വിഷയത്തിന്റെ മതവിധിയായി വരുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ ഇത്തരം ചാറ്റ് ബോട്ടുകളെ അവലംബിച്ചുകൊണ്ട് നമ്മൾ ഫത്വക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദീന ഫസാദിലായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മുഫ്തിയായ ഒരാൾ, അദ്ദേഹത്തിന് ഫത്വ കൊടുക്കൽ കറാഹത്തായ ചില സന്ദർഭങ്ങളുണ്ട്. അതെപ്പോഴാണ്? ഫി ഹാലി ഗദബിൻ ഷദീദ്, ഭയങ്കര കോപമുള്ള സന്ദർഭം, അതല്ലെങ്കിൽ നല്ല വിശപ്പുണ്ട്, അതല്ലെങ്കിൽ വല്ലാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, നല്ല ഉറക്കം വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഫത്വ കൊടുക്കൽ കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണെന്ന്. കാരണം ഫത്വ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഹുക്കുമിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്ത് ചെയ്യും? ഹുക്കുമിൽ വ്യത്യാസം വരുത്തും. പ്രത്യേകിച്ചും ഒരാൾ ഭയങ്കര ഇമോഷണലായ ഒരവസ്ഥയിലാണുള്ളതെങ്കിൽ ഫത്വ കൊടുക്കുമ്പോഴും ആ അവസ്ഥ എന്ത് ചെയ്യും? ആ ഫത്വയിലും ബാധിക്കും എന്നതുകൊണ്ടാണ്. ഫത്വ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്
തന്റെ അലാമുൽ മുവഖ്ഖഈനിൽ പറയുന്നുണ്ട്. മസ്ലഹത്തും മഫ്സദത്തും പരിഗണിക്കണം എന്നുള്ളതാണ്. എന്താണ് ജനങ്ങളുടെ നന്മ? ജനങ്ങൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ മഫ്സദത്ത് ഉണ്ടാകും, ഇനി ഇത് പറഞ്ഞാൽ എന്തൊക്കെ മസ്ലഹത്തുകൾ ഉണ്ടാകും, നന്മകൾ ഉണ്ടാകും എന്നൊക്കെ പരിശോധിച്ച് നാനാ മേഖലകളും പരിശോധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഫത്വ കൊടുക്കേണ്ടത്. ഫത്വ കൊടുക്കേണ്ട മര്യാദകൾ പറയുന്നിടത്ത് ആ മര്യാദകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഇത്രയൊക്കെ ശ്രദ്ധ ഈ വിഷയത്തിൽ പുലർത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി മുഫ്തിക്ക് ചില ഷർത്തുകളുണ്ട്. മുഫ്തിയാകാൻ ചില ഷർത്തുണ്ട്. ഒന്നാമത്തേതാണ് യകൂന ആലിമൻ, അറിവുള്ള ആളാകണം. പ്രത്യേകിച്ചും ഫിഖ്ഹിലും ഉസൂലുൽ ഫിഖ്ഹിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുഫ്തി എന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. രണ്ടാമത്തേത് അൻ യകൂന അദ്ലൻ മുത്തസിഫൻ ബിസ്സിദ്ഖി വൽ അമാന, സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും ഇത് രണ്ടും കൂടിച്ചേർന്ന രൂപത്തിലുള്ള ഒരു നീതിമാനായ മനുഷ്യനായിരിക്കണം മുഫ്തി. ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ചേർന്നുകൊണ്ട് ഫത്വ കൊടുക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ആ വ്യക്തിയുടെ ഇഷ്ടം പറ്റാൻ വേണ്ടി ഫത്വ കൊടുക്കുക ഇല്ല. അള്ളാന്റെ ദീനാണ്. ആരിഷ്ടപ്പെട്ടാലും ശരി, ആര് വെറുത്താലും ശരി, എന്താണോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, എന്താണോ തിരുസുന്നത്തിൽ പറയുന്നത്, അത് അതേപോലെ പറഞ്ഞു കൊടുക്കുക എന്നതാണ് മുഫ്തിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഇനി സിഫാത്തുൽ മുഫ്തി, മുഫ്തിക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാൻ, ലാ യൻബഗി ലിർറജുലി അൻ യൻസിബ നഫ്സഹു ലിൽഫുതിയ ഹത്താ യകൂന ഫീഹി ഖംസു ഖിസാൽ. 5 വിശേഷണങ്ങൾ, 5 പ്രത്യേകതകൾ ഉണ്ടാകണം. ആ പ്രത്യേകത ഉണ്ടായി കഴിഞ്ഞാലാണ് ഫത്വ കൊടുക്കാൻ അർഹനാവുക. ഒന്നാമത്തേത് തകൂന ലഹു നിയ്യ, നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്ത് എന്ന് പറയുന്നത് പ്രകാശമാണ്, അതുകൊണ്ട് നല്ല നിയ്യത്ത് ഉണ്ടാകണം. രണ്ടാമത്തേതാണ് യകൂന ലഹു ഇൽമുൻ, അറിവുണ്ടാകണം. അറിവ് മാത്രം പോരാ, വഹിൽമുൻ, വിവേകം ഉണ്ടാകണം. വഖാറുൻ, തഖ്വ ഉണ്ടാകണം. വസകീനത്തുൻ, നല്ല സമാധാനം ഉണ്ടാകണം. മൂന്നാമത്തേതാണ് യകൂന ഖവിയ്യൻ അലാ മാ ഹുവ ഫീഹി വഅലാ മഅരിഫതിഹി, ആ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളായിരിക്കണം, നൈപുണ്യമുള്ള ആളായിരിക്കണം. നാലാമത്തേത് അൽ കിഫായ, ദീനിപരമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അഞ്ചാമത്തേത് മഅരിഫത്തുൻ നാസ്, ജനങ്ങളെ കുറിച്ച് അറിയണം. ഫത്വ കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ജനങ്ങളെ കുറിച്ച് അറിയുക, ജനങ്ങളുടെ അവസ്ഥ അറിയുക. കാരണം ചില ആളുകൾ ചോദ്യമായി വരുന്നത് തന്നെ കുനിഷ്ഠായിട്ടാണ്. അതായത് അവർക്ക് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ടാകും, പല ആളുകളോടും അവർ ചോദിച്ചിട്ടുണ്ടാകും. പല ആളുകളോടും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദിക്കാൻ വരിക. പിന്നീട് ചോദിക്കാൻ വരുമ്പോൾ പല കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് അവർ ചോദിക്കും. അപ്പൊ അത്തരം ചെറിയ നെറ്റ് ഇഷ്യൂ വന്നതാണ് തോന്നുന്നത്. അപ്പൊ അവസാനം പറഞ്ഞത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത് 5 സിഫാത്തുകൾ ഉണ്ടാകണമെന്ന്. അതിൽ 5ാമത്തേതായി പറഞ്ഞതാണ് മഅരിഫത്തുൻ നാസ്, ജനങ്ങളെ മനസ്സിലാക്കണം. പല ആളുകളും ജനങ്ങളൊന്നും മനസ്സിലാക്കൂല, നാടിന്റെ അവസ്ഥ മനസ്സിലാക്കൂല, നാടിന്റെ സാഹചര്യം മനസ്സിലാക്കൂല. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഫത്വക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫത്വ തെറ്റിപ്പോകും. ഫത്വ തെറ്റിപ്പോകുന്നു മാത്രമല്ല, ആ ഫത്വ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നാടിന്റെ സാഹചര്യം, നാടിന്റെ അവസ്ഥകൾ, നാട്ടിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ, നാട്ടിലെ അവിശ്വാസികളായ ആളുകളുടെ അവസ്ഥ, ഇങ്ങനെ നാനാ മേഖലകൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഫത്വക്ക് ഇരിക്കേണ്ടതെന്ന്. അല്ല എങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുത്തത്തെക്കാളും വലിയ പ്രശ്നമായിരിക്കും പിന്നീട് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അത്തരം ആളുകൾ ജനങ്ങളെ കുറിച്ച് അറിയില്ല, ജനങ്ങളുമായി വലിയ ഇടപഴകലൊന്നുമില്ല, അത്തരം ആളുകൾ ഫത്വക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഖൈറിനേക്കാളും കൂടുതൽ ഷർറായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് ഈ 5 ഗുണങ്ങൾ മുഫ്തിക്കുണ്ടാകണം. അടുത്തത് പറയുന്നത് ആ അദാബുൽ മുഫ്തി, മുഫ്തിക്കുണ്ടാകേണ്ടതാണ്. ഒന്നാമത്തേത് അല്ലാ യുഫ്തിയ ഫീ മസ്അലത്തിൻ യക്ഫീഹി ഗൈറുഹു ഇയ്യാഹ. ഇത് പല ചെറിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അതായത് നാട്ടിൽ പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വലിയ ആളായി പോയി നമ്മൾ ഫത്വക്ക് ഇരിക്കേണ്ടതില്ല. അവരെന്ത് ചെയ്യും, ഫത്വ കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവർ ചെയ്തു വെച്ച സേവനങ്ങൾ, ആ സേവനങ്ങൾ പ്രചരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ അവിടെ പോയി ഇരുന്ന് കൊടുത്ത് നമ്മൾ വലിയ ആളായി ചമയേണ്ടതില്ല എന്നുള്ളതാണ്. ഫത്വ കൊടുക്കാൻ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സ്വഹാബാക്കളും മുൻഗാമികളായ സലഫുകളും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവർ ഫത്വ കൊടുക്കാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു.
വയവദ്ദു അഹദുഹും അൻ യക്ഫിയഹുൽ ജവാബു ഗൈറഹു. മറ്റുള്ള ആൾ അവര് ഉത്തരം കൊടുത്താൽ മതി എന്നാണ് അവരാഗ്രഹിക്കുക. അങ്ങനെ സ്വഹാബാക്കളുടെ വിഷയത്തിൽ പറയുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അടുത്ത ആൾ പറയുന്നു പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് ആ ചോദ്യം ഇട്ടുകൊടുക്കും. അങ്ങനെ പോയി ആദ്യം ആരിലേക്കാണോ ചോദ്യം എത്തിയത് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ച് ചോദ്യം എത്തും എന്നുകൂടി പറയുന്നുണ്ട്. രണ്ടാമത്തേത് അല്ലാ യതസറഅ ഫി ഇസ്ദാരിൽ ഫത്വ ഇൻ തഅയ്യനത് അലൈഹി ബൽ അലൈഹി അൻ യതഅമ്മൽ വയൻദുർ ലിദാലിക. രണ്ടാമത്തേത് ഫത്വ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ഒരു വിഷയമല്ല എന്ന്. നമ്മിലേക്കൊരു ചോദ്യം വന്നു, നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അർഹനാണ്, ഫത്വക്ക് അർഹനായ ഒരു വ്യക്തിയാണ് എങ്കിൽ ഫത്വ കൊടുക്കുന്ന സമയത്ത് ധൃതി കാണിക്കരുത് എന്ന്. ധൃതിയിൽ ഫത്വ കൊടുക്കരുത്, മറിച്ച് നമ്മുടെ പരിശ്രമങ്ങളൊക്കെ ചെലവഴിക്കണം. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള നാനാ ഭാഗങ്ങളും പഠന വിധേയമാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫത്വക്ക് ഇരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് മൂന്നാമത്തേത് അൻ യസ്തശീറ മൻ യസിഖു ബിദീനിഹി വഇൽമിഹി വലാ യസ്തഖില്ലു ബിൽജവാബി ദഹാബൻ ബിനഫ്സിഹി വർതിഫാഅൻ ബിഹാ. അതായത് ഫത്വ കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യരുത്, പെട്ടെന്നാക്കരുത് എന്ന് പറഞ്ഞു. അതോടുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യണം, ഷൂറ ചെയ്യണം, ആളുകളോട് ചോദിക്കണം. നമ്മൾ തന്നെ ഒറ്റക്ക് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം എല്ലാ ആളുകളുടെയും റുക്കൂലുകൾ വ്യത്യസ്തമാണ്, ചിന്തിക്കുന്ന രീതി, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ഉൾക്കൊള്ളുന്ന രീതി ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ വേറൊരാളുടെ സഹായം ചോദിച്ചുകൊണ്ട് വേറെ ആളുകളോടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. അതുകൊണ്ട് ഷൂറ ചെയ്യണം എന്നതാണ് മൂന്നാമത്തെ മുഫ്തി പാലിക്കേണ്ട മര്യാദ. ഷൂറ ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, അതായത് ഷൂറ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഫത്വ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫത്വ എന്ന് പറയുമ്പോൾ ചില ആളുടെ രഹസ്യമായിരിക്കാം. അപ്പൊ അത്തരം രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രയാസമുണ്ട്, അതിലെന്തെങ്കിലും മഫ്സദത്തുണ്ട് എങ്കിൽ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന്. നമ്മൾ ഷൂറക്ക് പോകേണ്ടതില്ല എന്ന്. എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല, മഫ്സദത്തൊന്നുമില്ല എങ്കിൽ ഷൂറക്ക് പോകുന്നതിൽ പ്രശ്നമില്ല എന്ന്. ഷൂറ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഷൂറ ചെയ്തുകൊണ്ട് ഫത്വ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഖൈറുണ്ട്. ആ ഷൂറ ചെയ്യാതെ ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫത്വ തെറ്റാനും അത് ജനങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നാലാമത്തേത് അൻ യഹ്ഫള അസ്റാർ അന്നാസ് വ അൻ യസ്തുറ മത്തുലിഅ അലൈഹി മിൻ ഔറാതിഹിം. ജനങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കണം. ജനങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കണം. അത് ആർക്കും എന്ത് ചെയ്യരുത്, അറിയിച്ചു കൊടുക്കരുത്. പ്രധാനപ്പെട്ട വിഷയമാണ്. ദീന് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. രഹസ്യങ്ങൾ വെളിവാക്കാനുള്ളതല്ല, അത് രഹസ്യമായി കൊണ്ടു നടക്കാനുള്ളതാണ്. രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ആളുകൾ അവർ നിഫാഖിന്റെ സ്വഭാവമുള്ള ആളുകളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പല സന്ദർഭത്തിൽ ദീന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അഞ്ചാമത്തേത് ഇദാ അഅ്തദല ഇൻദൽ മുഫ്തി ഖൗലാൻ ലം യഅരിഫിൽ ഹഖ്ഖ മിൻഹുമാ അർറാജിഹു മിൻ ഖൗലൈനി അന്നഹു യുതവഖഫ്. ഒരു മുഫ്തിയുടെ അടുക്കൽ ഒരു ഫത്വ വരുന്നു, എന്നാൽ ആ ഫത്വയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളിൽ അദ്ദേഹത്തിന് ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹം ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ, ഇങ്ങനെയുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാർ പോലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് തവക്കുഫിലേക്ക് എത്തും. അവർ പറയും ഈ വിഷയത്തിൽ രണ്ട് നിലപാടും എന്ത് ചെയ്യൂല, അവർ പറയില്ല. അവര് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കും. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മുഫ്തി എന്ത് ചെയ്യും, ചില സന്ദർഭത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ ആ രണ്ടിൽ ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ തവഖുഫ് ചെയ്യും എന്നാണ് അതിനെ പറയുക. ആറാമത്തേത് ലിൽ മുഫ്തി അൻ യദുല്ല അൽ മുസ്തഫ്തി അലാ ആലിമിൻ ഗൈരി. മുഫ്തിയായ ആൾക്ക് രണ്ടഭിപ്രായമുണ്ട്, അതിൽ കൃത്യമായ ഉത്തരമില്ല എങ്കിൽ മറ്റൊരാളിലേക്ക് ആ ചോദ്യത്തെ കൊടുക്കണമെന്ന്. ആ വിഷയം അറിയുന്ന, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉന്നതന്മാരായ ആളുകൾ ഉണ്ടാവും, അവരിലേക്ക് ആ ചോദ്യം തിരിച്ചുവിടണം എന്നാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആരിലേക്കാണോ തിരിച്ചുവിടേണ്ടത്, നല്ല അറിവുള്ള സുന്നത്ത് പാലിക്കുന്ന സലഫിയത്തുള്ള ആളുകളിലേക്കാണ് ഇത്തരം ആളുകളെ തിരിച്ചുവിടേണ്ടത് എന്നാണ് പറയുന്നത്. ഏഴാമത്തേത് ഇദാ കാനത്തിൽ ഫത്വ മുഖാലഫതൻ ലിഗർദി السائل فإن على المفتي أن يفتي بالحق الذي يعتقده. ചോദിക്കുന്ന ആൾ
ആ ചോദിക്കുന്ന ആൾക്കെതിരാണ് ഫത്വ വരുന്നതെങ്കിലും ശരി, ആ ഫത്വ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം മുഫ്തിയായ ഒരാൾ എന്താണോ സത്യമായി കാണുന്നത് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഫത്വ ചോദിക്കാൻ വന്ന ആളുടെ ഹവക്കനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനും ഇച്ഛക്കും അനുസരിച്ചല്ല ഫത്വ കൊടുക്കേണ്ടത് എന്ന് പറയുകയാണ്. എട്ടാമത്തേത് ദിക്റു ദലീലി വത്തഅലീൽ, തെളിവ് പറയണം, അല്ലെങ്കിൽ കാരണം പറയണം. ചിലതിന് തെളിവുണ്ടാവില്ല, ചിലതിന് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫത്വ കൊടുക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫത്വ കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തെളിവൊന്നും പറയില്ല, ഇങ്ങനെയാണ് ആ വിഷയം എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ചെയ്യരുത് എന്നാണ്. തെളിവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാക്കും. കാരണം തെളിവ് എന്ന് പറയുന്നത് ഫത്വയുടെ ആത്മാവാണ്, ഫത്വയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് തെളിവ്. അതുകൊണ്ട് തെളിവ് പറയണം, തെളിവ് പറയാൻ പരിശ്രമിക്കണം. വഖൗലുൽ മുഫ്തി ഇദാ ദക്കറ മഅഹു ദലീൽ ഹുജ്ജത്തുൻ യഹ്റുമു അലൽ മുസ്തഫ്തി മുഖാലഫതുഹാ. തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്തഫ്തിയായ ഒരാൾ, ചോദിക്കാൻ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെളിവിനെതിരെ നിൽക്കുക എന്നത് ഹറാമാണ്, പാടില്ലാത്തതാണ്. കാരണം തെളിവ് വളരെ വാളിഹായി വ്യക്തമായി മനസ്സിലാക്കുന്ന ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട്. ഒൻപതാമത്തേത് അത്തൗതിഅതു ലിൽ ഹുക്മി ഇദാ കാന മുസ്തഗ്രിബൻ. ചില കാര്യങ്ങൾ ഫത്വ കൊടുക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങളായിരിക്കും, ജനങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആമുഖം പറയണം. ഒരു ആമുഖം പറഞ്ഞ് ഒരു മയത്തിൽ ആ ഹുക്കുമിലേക്ക് എത്തണം എന്നുള്ളതാണ്. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മതവിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ വിഷയം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കല്ലിമിൻ നാസ ബിഖദ്രി ഉഖൂലിഹിം, അവരുടെ ബുദ്ധിക്ക് എന്താണോ താങ്ങാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് സംസാരിക്കുക. അല്ലാതെ സാധാരണക്കാരുടെ മുമ്പിൽ പണ്ഡിതന്മാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, പണ്ഡിതന്മാരോട് സാധാരണക്കാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക അല്ല. ആളുകൾക്കനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്നാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്ന, എന്തും ഏതിനും എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അതാണ് ഒൻപതാമത്തെ ആദാബായി മനസ്സിലാക്കേണ്ടത്. പത്താമത്തേത് അൽ ഇർഷാദു ഇലൽ ബദീലിൽ മുനാസിബ്. ഒരു കാര്യം ചിലപ്പോൾ ചോദിച്ചു വരും, ഇന്നത് ഹറാമാണോ, ഇന്നത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പോ മുഫ്തി ഹറാമാണെന്ന് പറയും. അപ്പൊ ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മുഫ്തി എന്ത് ചെയ്യണം, വേറെ ബദലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന്. പലപ്പോഴും പല ആളുകൾക്കും ഹറാമ് എന്ന ഹുക്മ് പറഞ്ഞു കൊടുക്കുന്നു, എന്നാൽ അതിന്റെ ബദല് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിന്റെ ബദല് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോഴാണ് ചില ആളുകളെങ്കിലും പറയുന്നത് ഇത് ഇസ്ലാമിൽ മൊത്തം ഹറാമാണ്, എല്ലാം ഹറാമാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്തതാണല്ലോ എന്ന കോലത്തിൽ ചില ആളുകൾ ചിന്തിക്കാനുള്ള കാരണം എന്താ? അതിന് ബദലായി ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചോദിക്കാൻ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു സമാധാനം ഉണ്ടാകും, ദീന് വിശാലമാണല്ലോ എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഇത്തരം മേഖലകളൊക്കെ ഫത്വ കൊടുക്കുന്ന ആളുകൾ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. 11ാമത്തേത് യൻബഗി ലിൽ മുഫ്തി അൻ യുഫ്തിയ ബിലഫ്ലിൻ നസ്സി മഹ്മാ അംകന. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 11ാമത്തെ ആദാബാണ്, മര്യാദയാണ്. അതായത് സ്വന്തം വാക്കുകളല്ല പറയേണ്ടത്, ഖുർആനിലും സുന്നത്തിലും എന്താണോ വന്നത് അതാണ് പറയേണ്ടത്. ചോദിക്കപ്പെട്ട കാര്യം, ആ കാര്യത്തിൽ ആയത്തുണ്ട്, ആ കാര്യത്തിൽ ഹദീസ് ഉണ്ട് എങ്കിൽ ആ ഹദീസ് ഓതി കൊടുക്കുക, അല്ലെങ്കിൽ ആ ആയത്ത് ഓതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെല്ലാം അദ്ദേഹത്തിന്റെ സംസാരം നടത്തുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്അലയെ കുറിച്ച് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുള്ളത് ഖാല അല്ലാഹു കദ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി കദ, അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ പറഞ്ഞു എന്നായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത്. അള്ളാഹും റസൂലും വിട്ടിട്ട് അവര് തന്നെ പറയുന്ന അവസ്ഥ അത് ഉണ്ടായിരുന്നില്ല, അത് വളരെ ചുരുക്കമാണ്. അള്ളാഹും റസൂലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവർ പറയുക. ഇനി അവർ പറയാതെ ചില കാര്യങ്ങൾ ഖിയാസ് ചെയ്യേണ്ടി വരും, താരതമ്യം ചെയ്യേണ്ടി വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക, അവര് ആ രൂപത്തിൽ പറയുക. അല്ലാത്തടത്തോളം കാലം ഖുർആനിൽ എന്താണോ വന്നത് അത് തന്നെ പറയും, ഹദീസിൽ എന്താണോ വന്നത് അത് തന്നെയായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ചില ആളുകൾ ആയത്തുണ്ടാകും, ഹദീസ് ഉണ്ടാകും, എന്നിട്ട് പോലും എന്ത് ചെയ്യുമല്ലോ, ഈ ആയത്തും ഹദീസും ഒന്നും ഓതാതെയാണ് പലപ്പോഴും ചില ആളുകൾ ഫത്വ കൊടുക്കുക. പ്രത്യേകിച്ചും ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വ്യാപകമായി കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരാളോട് ഒരു ഫത്വ, വ്യാപകമായി ഫത്വ കൊടുക്കുന്ന ഒരാളോട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോ പറഞ്ഞത്, അങ്ങനെ ഫത്വ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും, സമയം എടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടൂല എന്നൊക്കെയാണ് ആ വ്യക്തി പറഞ്ഞു വെച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനാണ്. ദീന് എന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദീനെ പ്രചരിപ്പിക്കുന്നത്. ആളുകൾ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ,
നമ്മെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. റിസൾട്ട് അള്ളാഹുവിന്റെ അടുക്കലാണ്. എത്ര ആളുകൾ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എത്ര ആളുകൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇതിൽ വിഷയമേ അല്ല. അങ്ങനെ പണ്ഡിതന്മാരും മുൻഗാമികളായ ആളുകളും കണ്ടിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വപ്നം കാണിക്കപ്പെടുന്നു. ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നെന്താ, അദ്ദേഹം ഒറ്റക്കാണുള്ളത് എന്ന്, അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല എന്ന്. ഖിയാമത്ത് നാളിലേക്ക് എത്തുമ്പോൾ പ്രവാചകന്മാരുണ്ടാവും, പ്രവാചകന്മാരുടെ അനുയായികൾ ഉണ്ടാകും. അപ്പൊ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒറ്റക്കാണ്. അവിടെയാണ് ഷെയ്ഖ് സിന്ദി ഹഫിളുല്ലാഹ് പറയുന്നത്, ആളുകളുടെ വലുപ്പത്തിലേക്കല്ല ഒരു പ്രബോധകൻ നോക്കേണ്ടതെന്ന്. ഒരു സദസ്സിലേക്ക് എത്തുമ്പോൾ ആ സദസ്സിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ ഞാൻ സംസാരിക്കാനില്ല എന്നല്ല ഒരു പ്രബോധകന്റെ നിലപാടെന്ന്. ഒരാളുണ്ടെങ്കിലും രണ്ടാളുണ്ടെങ്കിലും അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച അറിവ്, നമ്മുടെ ഉത്തരവാദിത്തം അത് നിറവേറ്റുക എന്നതാണ്. അതല്ലാതെ അതിലുപരി ആളുകളുടെ ഇഷ്ടങ്ങളും ആളുകൾ നമ്മുടെ പിന്നിൽ ഫാൻസുകളായി വരണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. 12ാമത്തെ ആദാബ്, യജിബു അലൽ മുഫ്തി അൻ യുഫ്തിയ ബിൽ ഹഖ് വലൗ ഖാലഫ മദ്ഹബഹു. ഒരു മുഫ്തി ഹക്കാണ് എപ്പോഴും ഫത്വയായി പറയേണ്ടത്, തന്റെ മദ്ഹബിനോട് എതിരായാലും ശരി. അദ്ദേഹം ഉൾക്കൊള്ളുന്ന മദ്ഹബ് ഏതുമാകട്ടെ, അതിനോട് എതിരായാലും ഹക്ക് എന്താണോ അതാണ് പറയേണ്ടത്. 13ാമത്തേത്, ينبغي على المفتي أن يبين للسائل الجواب بيانا مزيلا للإشكال. ചോദിക്കപ്പെട്ട കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. സംശയം ഉണ്ടാകാൻ പാടില്ല, പിന്നെയും സംശയത്തിലാക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്ന്. ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമാകുന്ന രൂപത്തിൽ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അല്ല എങ്കിൽ അത് പ്രയാസമുണ്ടാക്കും എന്നാണ്. 14ാമത്തേത്, ينبغي للمفتي إذا كان السؤال محتملا استفسال السائل. ചില ചോദ്യങ്ങൾ വിശദീകരിക്കപ്പെടണം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ വിശദീകരണം ചോദിക്കണം എന്നുള്ളതാണ്. എന്ത് ചെയ്യരുത്, ചാടിക്കയറി പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുക്കരുത് എന്നാണ്. ചില ചോദ്യങ്ങൾ വ്യക്തമാകൂല, പല വശങ്ങളും വ്യക്തമാകേണ്ട അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ ആ സന്ദർഭത്തിൽ ആ വശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഉത്തരം കൊടുക്കേണ്ടത്. അല്ല എങ്കിൽ നമ്മൾ ഉത്തരം കൊടുക്കും, പിന്നെ ആയിരിക്കും നമുക്കറിയാം ഇങ്ങനെയുള്ള വശങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴാണ് അത് ഹറാമാണ് ഹുക്മ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ആദ്യം അനുവദനീയം എന്ന് പറഞ്ഞിട്ടുണ്ടാകും, ആദ്യം കേട്ട ആ അവസ്ഥ വെച്ചുകൊണ്ട്. എന്നാൽ പിന്നീടാണ് മനസ്സിലാക്കുക ഇത് ഇങ്ങനെയല്ല ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ പിന്നീടായിരിക്കും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഫത്വ കൊടുക്കേണ്ടത് എന്ന് പറയാം. ينبغي للمفتي إذا نزلت به المسألة أن يتوجه إلى الله بصدق وإخلاص. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി, റബ്ബേ വളരെ കൃത്യമായി ഉത്തരം കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ, ഈ വിഷയത്തിൽ എനിക്കൊരു ഓപ്പണിംഗ്, ഒരു ഫത്ഹ് നൽകണേ, കൃത്യമായി ഹുക്മ കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ കീഴ്വണക്കത്തോടുകൂടി ചോദിച്ചുകൊണ്ടായിരിക്കണം ഫത്വക്ക് ഇറങ്ങേണ്ടത്. എന്തല്ല ഇതെന്റെ കഴിവാണ്, ഇത് ഞാൻ പഠിച്ചെടുത്തുകൊണ്ടുണ്ടാക്കിയ എന്റെ കഴിവിലാണ് ഞാൻ ഫത്വ കൊടുക്കുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുതെന്ന്. അള്ളാഹുവിനോട് സഹായം ചോദിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലുള്ള സ്മരണ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം ഫത്വ കൊടുക്കേണ്ടത്. ഫത്വ കൊടുക്കുന്ന സമയത്ത് ചില ഉലമാക്കൾ ചില പ്രാർത്ഥനകൾ പറയാറുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ചും ചില ഉലമാക്കൾ ഫാത്തിഹ ഓതാറുണ്ട്, ചില ഉലമാക്കൾ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന് ചൊല്ലാറുണ്ട്. യാ മുഅല്ലിമ ഇബ്രാഹിം അല്ലിംനി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പഠിപ്പിച്ചവൻ എന്നെ നീ പഠിപ്പിക്കണേ. ലാ ഹൗല വലാ ഖുവത ബില്ലാ, എനിക്കൊരു സഹായമില്ല, എനിക്കൊരു ശക്തിയുമില്ല, എല്ലാം നിന്നെ കൊണ്ടാണ് റബ്ബേ എന്നിങ്ങനെയൊക്കെ അവര് ഫത്വക്ക് മുമ്പായി അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്മയോടുകൂടി ചോദിക്കാറുണ്ടെന്ന്. 16ാമത്തേത്, യജൂസു ലിൽ മുഫ്തി ബൽ യജിബു അലൈഹി അൻ യുഗയ്യിറ ഫത്വാഹു ഇദാ തബയ്യന ലഹു അന്നഹാ ഖതഉൻ. മുഫ്തിക്ക് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഫത്വയിൽ മാറ്റം വരുത്താം എന്ന്. ഇവിടെ മുഫ്തിക്ക് തെറ്റാണ് എന്ന് തോന്നുക എന്ന് പറയുമ്പോൾ എന്തിലല്ല തോന്നുക, അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിലല്ല തോന്നുക, മറിച്ച് ശർഈയായ ഫർഈയായ കാര്യങ്ങളിലാണ്. ഫർഈയായ കാര്യം എന്ന് പറയുമ്പോൾ ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആദ്യം പറഞ്ഞതിനെതിരായി കുറച്ചു കാലം കഴിഞ്ഞാൽ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. കാരണം ഫിഖ്ഹ് എന്ന് പറയുന്നതിൽ ചില വിഷയങ്ങളിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാം, ചില വിഷയങ്ങൾ വിശാലമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം ഒരു അഭിപ്രായം പറയുന്നു,
പിന്നീട് ആ അഭിപ്രായം മാറ്റി പറയുന്നു. അങ്ങനെ ഉണ്ടാകാം എന്നതാണ്. അങ്ങനെയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിക്ക് രണ്ട് ഖൗൽ ഉണ്ടാകുന്നത്. ഇമാം ഷാഫിഈക്ക് ഖൗൽ ജദീദും ഖൗൽ ഖദീമുണ്ട്. പഴയ ഖൗലും പുതിയ ഖൗലും എന്ന് പറഞ്ഞ് രണ്ട് ഖൗലുകൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിക്ക് ഉണ്ട്. എന്നാൽ ചില ആളുകൾ എന്താണ് ചെയ്യാറുള്ളത്? ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ പിഴവുകൾക്ക് ഈ പറയുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിക്ക് രണ്ട് ഖൗൽ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമുക്കും രണ്ട് ഖൗൽ എന്ന രൂപത്തിൽ പറയാറുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ച് അതിൽ നിന്ന് മടങ്ങി തിരിച്ചു വരുമ്പോൾ എന്തു പറയരുത്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിക്ക് ഉണ്ടായതുപോലെ തന്നെ നമുക്കും എന്തുണ്ട്? ഖൗല് ഖദീമും ഖൗല് ജദീദും ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയായ ഇസ്തിദ്ലാലല്ല, ശരിയായ തെളിവ് പിടിക്കലല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് മുഫ്തിയായ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ഫത്വ കൊടുക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുറച്ചൊക്കെ പഠിക്കുമ്പോൾ തന്നെ എല്ലാം തികഞ്ഞു എന്ന നിലക്ക് സോഷ്യൽ മീഡിയയിൽ കയറി ഫത്വ കൊടുക്കാൻ നിൽക്കരുത്. അതിന്റെ ശൈലിയല്ല, അത് യഥാർത്ഥ മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരും പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമല്ല എന്ന് കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വലിയ ശ്രദ്ധ ഫത്വയുടെ വിഷയത്തിൽ ഉണ്ടാകണം. നമ്മൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉസ്താദ്മാർ, അത്തരം ആളുകളുടെ ഫത്വകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ ഇതാണ് മുഫ്തിയായ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മുസ്തഫ്തിയായ ആൾ, ചോദിക്കുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ചോദിക്കുന്ന ആൾ ചോദിക്കേണ്ടത് അറിയാത്ത കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കരുത് എന്നാണ്. കാരണം ഒന്ന്, അത് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തും. ആവശ്യമില്ലാതെ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും. അത് മാത്രമല്ല, ചിലപ്പോൾ അത് ശത്രുതക്ക് വരെ കാരണമാക്കി തീർക്കും. കാരണം അറിയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. രണ്ടാമത്തേത്, സംഭവിക്കാത്ത കാര്യങ്ങളും ചോദിക്കാൻ നിൽക്കരുത് എന്നാണ്. ഒരുപാട് സ്വഹാബാക്കളും താബിഈങ്ങളും വളരെയധികം വെറുത്തിരുന്ന വിഷയമാണ് സംഭവിക്കാത്ത കാര്യങ്ങൾ ചോദിക്കാം. ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കാന ഹാദാ, ഇത് സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചോദിച്ച ആള് പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ദഅൂഹു ഹത്താ യകൂൻ, അത് ഒഴിവാക്ക്. എപ്പോഴാണോ ആ സംഭവം നടക്കുന്നത് അപ്പൊ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയെന്നാണ്. ഖാല ഇബ്നു ഉമർ ലാ തസ്അലു അമ്മാ ലം യകുൻ ഫഇന്നി സമിഅതു ഉമറ യൻഹാ അൻ യുസ്അല അമ്മാ ലം യകുൻ. നടക്കാത്തൊരു കാര്യം ചോദിക്കുന്നതിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുത്തിരുന്നു എന്ന് മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂന്നാമത്തേത്, പണ്ഡിതന്മാരോട് ചോദിക്കുന്ന സമയത്ത്, അവര് വേറൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കയറി ചെന്നുകൊണ്ട് എന്ത് ചെയ്യരുത്? ചോദിക്കരുത് എന്ന്. അവിടെ എന്ത് ചെയ്യണം? ക്ഷമിച്ചു നിൽക്കണം. ഒരു ചോദ്യം കഴിഞ്ഞ് ആ ചോദ്യത്തിന്റെ എല്ലാ വശങ്ങളും ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചോദ്യത്തിന് വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അല്ല എങ്കിൽ രണ്ടാളുടെ ചോദ്യത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ആദ്യം ചോദിച്ച ആൾക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കും. ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. കൃത്യമായി ചോദ്യം മനസ്സിലാക്കാനും മറ്റും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഇടയിൽ കയറിക്കൊണ്ട് ചോദിക്കരുത്. അയാൾ ചോദ്യം പൂർണ്ണമാക്കി അയാളുടെ സംശയം തീർന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ചോദിക്കാൻ പോകേണ്ടത്. നാലാമത്തേത്, അസ്സുആലു അനിൽ അഹം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. താഫിഹായ, ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങൾ അല്ല ചോദിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അഞ്ചാമത്തേത്, അസ്സുആലു മാ ലാ യജ്ഹലുഹു സ്സായിലു ലിയുഅല്ലിമഹു ലിസ്സാമിഇ, ചില കാര്യങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ചോദിക്കൽ അനുവദനീയമാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്. നമുക്കതിന്റെ ഹുക്കം അറിയുന്നുണ്ടാകും, എന്നാലും കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഹുക്കം അറിഞ്ഞിട്ടുണ്ടാകൂല. അങ്ങനെയുള്ള അവസ്ഥകളിൽ അത്തരം ആളുകൾക്ക് ഹുക്കം അറിയാൻ വേണ്ടിയും അവരോട്, മുഫ്തിമാരോട് നമുക്ക് ചോദിക്കാം എന്ന് നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും. ആറാമത്തേത്, ഇജ്തിനാബുൽ അസ്ഇല അല്ലതി തുദ്ഹിഖു സ്സാമിഅ ഔ തുസ്രി ബിൽ മസ്ഊൽ, കേൾവിക്കാരെ ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നാണ്. ചില ചോദ്യങ്ങൾ കേൾവിക്കാരെ ചിരിപ്പിക്കും, അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇനി അതെല്ലാം ചോദിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്ഥാനത്തെ കുറക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കരുത്. ഇങ്ങനെയുള്ള അല്ലാത്ത ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഏഴാമത്തേത്, മിൻ അദബി സ്സായിലി അൻ ലാ യസ്അലൽ ആലിമ വഹുവ മുശ്തഗിലുൻ ബിഗൈരിഹി ലിഅന്ന ഹഖ്ഖൽ അവ്വലി മുഖദ്ദം, നമ്മൾ പറഞ്ഞ അതേ വിഷയമാണ്. എട്ടാമത്തേത്, സുആലുൽ ആലിം അമ്മാ ഫഅലഹു മുഖാലിഫൻ ലിൽ മുഅ്താദ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ വിഷയം പറയുന്നുണ്ട്. ചില സമയത്ത്
നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിന് നേർ വിപരീതമായിട്ട് ചില ഉലമാക്കള് പ്രവർത്തിക്കും. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടാകും, എന്നാൽ അതിന് വിരുദ്ധമായിട്ടായിരിക്കും അവർ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോട് അത് ചോദിക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്, സാധാരണ അങ്ങനെ അല്ലല്ലോ ചെയ്യാറുള്ളത് എന്നുള്ള ചോദ്യം വളരെ ലോലമായി അവരോട് ചോദിക്കണം എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. 9-ാമത്തേത്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു വിഷയം കൂടിയാണിത്. അതായത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. ഇനി ഉത്തരം പറഞ്ഞ് വീണ്ടും ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കാൻ, അങ്ങനെയെങ്കിൽ ചോദ്യം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. കാരണം ആ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, ആ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു മഹദൂർ ഉള്ളത് കൊണ്ടാണ്, എന്തെങ്കിലും ഒക്കെ തടസ്സമുള്ളത് കൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം തരാത്തത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു, വീണ്ടും ചോദ്യം ചോദിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആവർത്തിച്ച് കുത്തി കുത്തി ചോദിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന ആളും ചോദിക്കപ്പെടുന്ന ആളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം ഒരു ചോദ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറയുന്ന ഒരു 400-500 പേജിൽ ഉൾക്കൊള്ളുന്നത്. ആ ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരമാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ആദാബുകൾ ശ്രദ്ധിക്കണം. ഇനി ചോദിക്കപ്പെടുമ്പോൾ, നമ്മൾ ചോദിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പറയുന്ന മര്യാദകളും ഈ പറയുന്ന വിശേഷണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ഇവിടെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട്. ഏതാണ് ആ രോഗം എന്നതിന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി മറുപടി പറയുന്നത് ഈ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തിലാണ്. ഈ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ രോഗം ഏത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ആ രോഗത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇഷ്കാണെന്ന്, പ്രണയമാണ് ആ രോഗം, പ്രണയത്തിലാണ് ആ വ്യക്തി അകപ്പെട്ടത്. അപ്പൊ അതിൽ നിന്ന് കരകയറണം, അതിനുള്ള അവസ്ഥകളും അതിനുള്ള മരുന്നുകളും എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യകർത്താവ് മുന്നോട്ട് വരുന്നത്. അതിനുള്ള ഉത്തരമാണ് ശേഷമുള്ള ഓരോ പേജുകളും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഉത്തരത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്ന വീഴ്ചകൾ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. എല്ലാ സന്ദർഭത്തിലും അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.